നമസ്കാരം. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയുന്നത് ഒരു പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ്. കേന്ദ്ര ഗവൺമെന്റ് നിരവധിയായ പെൻഷൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഈ പെൻഷൻ പദ്ധതി നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അംശ ആദായം അടയ്ക്കുക വേണം. അങ്ങനെ അംശ ആദായം അടയ്ക്കേണ്ടത് നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമായവർക്ക് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുള്ളൂ. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് 3000 രൂപ നിങ്ങൾക്ക് പെൻഷനായി നൽകും. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു തുക എത്തുക എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാകും. അതുകൊണ്ട് ഇപ്പോൾ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ CSC സെന്ററിൽ സമീപിച്ച് നിങ്ങൾക്ക് ഈ സ്കീമിൽ ചേരാവുന്നതാണ്. അല്ലെങ്കിൽ LIC ഓഫീസിലോ പോയാൽ മതി. 18 വയസ്സുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം 50 രൂപയും 29 വയസ്സുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം 100 രൂപയും ഇനി 40 വയസ്സിന് അടുത്തുള്ള ആളാണ് എങ്കിൽ അദ്ദേഹം 200 രൂപയും പ്രതിമാസം അടയ്ക്കേണ്ടി വരും. അങ്ങനെ തുടർച്ചയായി നിങ്ങൾ ഓരോ മാസവും അടച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ അത് 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാർദ്ധക്യകാല പെൻഷൻ എന്നുള്ള നിലയ്ക്ക് ക്ഷേമ പെൻഷൻ എന്നുള്ള നിലയ്ക്ക് 3000 രൂപ ഗവൺമെന്റ് തരും. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എത്ര രൂപയാണോ അടച്ചത് അത്ര തന്നെ തുക കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇങ്ങനെയല്ലാതെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ലാത്തതുമുള്ള പെൻഷൻ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടെങ്കിലും 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്കായി വെച്ചിട്ടുള്ള ഈ പദ്ധതി ഏതൊരാൾക്കും വളരെ പ്രയോജനപ്രദം തന്നെയാണ്. കോമൺ സർവീസ് സെന്ററുകൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രദേശത്ത് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് കാണിച്ചു തരും. കോമൺ സർവീസ് സെന്ററിൽ പോകുക, നിങ്ങൾ ഈ വിവരം അവരെ ധരിപ്പിക്കുക. എനിക്ക് 60 വയസ്സാകുമ്പോൾ 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയിൽ ചേരണം. പ്രധാനമന്ത്രി മന്ദൻ യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിയിലേക്ക് അവർ നിങ്ങളെ ചേർക്കുകയും ചെയ്യും. ആവശ്യമായ രേഖകൾ നിങ്ങൾ ഒരു ഫോട്ടോ കരുതണം. നിങ്ങളുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ഇത്രയേ വേണ്ടതുള്ളൂ. ഇതുമായി നിങ്ങൾ തൊട്ടടുത്ത LIC ഓഫീസിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററിലോ പോകുക. നിങ്ങൾക്ക് ആപത്ത് കാലത്ത് സുഖമായി കഴിയാൻ മരുന്നും മറ്റ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി ആ തുക എത്തും. ഭാവിയിൽ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ 3000 മാത്രമേ ഉള്ളൂ എങ്കിലും ഭാവിയിൽ അത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ അടയ്ക്കേണ്ടത് പ്രായത്തിനനുസരിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രായം നേരത്തെയാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ അടച്ചു തുടങ്ങുന്നു പ്രതിമാസമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന തുക ഭാവിയിൽ അത് വലിയ തുക തന്നെയായിരിക്കും. പെൻഷൻ കിട്ടുന്നതോടൊപ്പം നിങ്ങൾ അടച്ച തുകയ്ക്ക് അനുസരിച്ചുള്ള തുക കിട്ടുകയും ചെയ്യും. ഏതായാലും വളരെ പ്രയോജനപ്രദമായ ഈ പദ്ധതിയിൽ ചേരാൻ ഇനി വൈകണ്ട. തൊട്ടടുത്ത കോമൺ സർവീസ് സെന്ററിലേക്ക് പോകുക. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 60 വയസ്സാണ് എങ്കിൽ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. നിങ്ങൾക്ക് 50 വയസ്സുള്ള ആളാണെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. നിങ്ങൾക്ക് 45 വയസ്സുള്ള ആളാണെങ്കിലും പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. നിങ്ങൾക്ക് 40 വയസ്സിന് മുകളിലാണെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടി കഴിയുക. ഞാൻ പറഞ്ഞു, 40 വയസ്സുള്ള ഒരാൾ 200 രൂപ പ്രതിമാസം അടയ്ക്കണമെന്ന് മാത്രം. അങ്ങനെ 3000 രൂപ പ്രതിമാസം നമുക്ക് പെൻഷൻ കിട്ടുന്ന ഈ പദ്ധതിയിൽ ഈ പ്രായക്കാർക്ക് എല്ലാവർക്കും ചേരാവുന്നതാണ്. ഉടൻ തന്നെ തൊട്ടടുത്ത LIC ഓഫീസിലോ അല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ സർവീസ് സെന്ററുകളിലോ ചെന്നിട്ട് ഉടൻ തന്നെ ഈ പദ്ധതിയിൽ ചേരുക.